ഈ വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ ഏപ്രിൽ ഫുൾ ഡേ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ട്രിക്കാണിത്. ട്രിക്ക് പറഞ്ഞാല് നമ്മള് ഒരു പെൺകുട്ടിന്റെ അടുത്ത് പോയിട്ട് അവരോട് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ പറയാം. അതിന് ഏത് രീതിയിലും പറയാം, പക്ഷെ ഭയങ്കര എക്സ്ട്രാ ആക്കി പറയാനും പറ്റൂല. നമുക്കൊരു ക്രഷുള്ള ഒരു വ്യക്തിനോടൊക്കെ പോയിട്ട് ഇങ്ങനെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയാം. വാലന്റൈൻസ് ഡേക്ക് എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ താല്പര്യമുണ്ടോ, നമുക്കൊരു നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് കാലൊക്കെ നനച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊന്ന് പറയാം. ഒന്നെങ്കിൽ അവർ യെസ് പറയും. യെസ് പറഞ്ഞാല് ജിങ്കലല്ല സെറ്റ് ആ രീതിയില്. അല്ലെങ്കിൽ അവര് നോ പറയും. നോ പറയുമ്പോ അറിയാം. അപ്പൊ നോ പറഞ്ഞാലും അറിയാ ഞാൻ പ്രാങ്ക് ആക്കിയതാ, ഗോച്ച ബ്രോ നിന്നെ കിട്ടി, നിന്നെ ഞാൻ വീഴ്ത്തി. നമ്മളാണ്ട് ചിരിച്ചാണ്ട് ഈ പ്രാങ്ക് ഒക്കെ എല്ലാം എന്നൊക്കെ ആരും ഡേറ്റിനുണ്ടാവാനാ, ഈ ബുദ്ധിയുള്ള ആരാണ് ഡേറ്റിനുണ്ടാവും പറഞ്ഞാൽ തീർന്നു. അപ്പൊ ഓളെ ഈഗോടെ കേട്ടോ. എന്നിട്ട് ചിലപ്പോ യെസ് പറയും. ഏപ്രിൽ ഫുൾ ഡേ ആണ് ബെസ്റ്റ് ഡേ. നോ പറയുകയാണെങ്കിൽ ഏപ്രിൽ ഫുൾ. Hey guys, welcome to the most underrated podcast in India, in Malayalam, After Hours Malayalis. In the world, in the universe. After Hours Malayalis. So, ഇന്ന് നമ്മൾ പല ടോപ്പിക് സംസാരിക്കണം. അതായത് വാലന്റൈൻസ് ഡേക്ക് ഒരു പെൺകുട്ടിനോട് ചോദിക്കാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ടിപ്പ് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നു പേഴ്സണലി. അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേയിൽ ഏറ്റവും ബെസ്റ്റ് ഹാക്ക് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കൂൾ ലൈഫിൽ ഓരോ സ്റ്റോറീസ്, സ്കൂൾ ലൈഫിൽ ഓരോ ഫൺ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ലൈഫും നിങ്ങളുടെ സ്കൂൾ ലൈഫ് മെമ്മറീസ് ഒക്കെ ഓർമ്മ ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ പുതിയ വ്ളോഗ്സ് വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്റെ വ്ളോഗ്സ് ചെക്ക്ഔട്ട് ചെയ്യൂ. അതെ, സോ റോൾ ദ ഇൻട്രോ മ്യൂസിക് പ്ലീസ്. Hey guys, welcome to the best comedy podcast in India, After Hours Malayalis. The most underrated podcast in India, After Hours Malayalis. ഇപ്പൊ അടുത്ത് വാലന്റൈൻസ് ഡേ കഴിഞ്ഞിരുന്നു. അപ്പൊ വാലന്റൈൻസ് ഡേ 2 ദിവസം മുന്നേ ഞങ്ങള് ആഫ്റ്റർ അവേഴ്സില് ഇൻസ്റ്റാഗ്രാം ലൈവിൽ ഇങ്ങനെ ചുമ്മാ പോയിണ്ടായിരുന്നു. സെമീറിന്റെ ഇതൊരു ഹോബിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പോവാ, അതിൽ വരുന്ന ആൾക്കാരുടെ ലൈഫൊക്കെ മനസ്സിലാക്കാൻ നോക്കുക. ആരൊന്നും മറുപടി ഒന്നും പറയില്ല, സെമീർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ്. കാരണം നമ്മള് ഫോളോവേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒന്നും കൂടി പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോ കുറെ ആൾക്കാര് ഇങ്ങനെ വാലന്റൈൻസ് ഡേ എന്താ പ്ലാന് അങ്ങനെ കുറെ ഒക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ പോഡ്കാസ്റ്റിന്റെ എഡിറ്റർ ശ്രീഹരി അവന് കോളേജ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ കാണുമ്പോ തോന്നുന്നേ ഇപ്പം ശ്രീഹരിയാണ് നമ്മളെ ഗോട്ട് എഡിറ്റർ. അതെ, ഗോട്ട് എഡിറ്റർ. അപ്പൊ ശ്രീഹരി ഇങ്ങനെ അന്ന് ലൈവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊന്നും വാലന്റൈൻസ് ആരും ഇല്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ശ്രീഹരിക്ക് ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തിരുന്നു. ടിപ്പ് സിമ്പിൾ ആയിരുന്നു. അതായത് ഇത് ചിലപ്പം നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, നമ്മളൊക്കെ പണ്ട് ഇപ്പൊ പറയണ്ട, നീ ടിപ്പ് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് എന്താ സംഭവിച്ചത് നീ പറയും. നീ ലാസ്റ്റ് പറയും. ടിപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നുണ്ട് പിറ്റേ ദിവസം ചെക്കൻ വന്നാണ്ട് പറഞ്ഞ് ഞാൻ ആ ടിപ്പ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട് ഞാൻ ആ ടിപ്പ് പറഞ്ഞു കൊടുത്ത് ഓനാള് സെറ്റ് ആയിയാറ്. ഇത് അമർ അക്ബർ അന്തോണിയിലാ മറ്റേ 3 വരിപ്പാട്ട് എന്നൊക്കെ പറയുന്നത്. അതെ, എന്താണ് ആ ടിപ്പ്? അതിപ്പോ അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി. എന്റെ ഒരു ടിപ്പ് കാരണം ഒരു ചെക്കന് വാലന്റൈൻ അങ്ങ് സെറ്റ് ആയി നിൽക്കണം. അപ്പൊ ഞാൻ ശ്രീഹരിനോട് പറഞ്ഞു ഈ സെയിം സാധനം ഈ പോയിട്ട് യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ആവുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീഹരിക്കാണെങ്കിൽ അല്ല എന്താ ആവാന്ന് പറയാൻ പറ്റൂലല്ലോ, വെറുതെ റിസ്ക് എടുക്കണ്ടൊക്കെ ശ്രീഹരി ട്രൈ ചെയ്തില്ല. ഇനി ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ ഏപ്രിൽ ഫുൾ ഡേ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ട്രിക്കാണിത്. ട്രിക്ക് പറഞ്ഞാല് നമ്മള് ഒരു പെൺകുട്ടിന്റെ അടുത്ത് പോയിട്ട് അവരോട് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ പറയാം. അതിന് ഏത് രീതിയിലും പറയാം, പക്ഷെ ഭയങ്കര എക്സ്ട്രാ ആക്കി പറയാനും പറ്റൂല. കാരണം ടിപ്പിന്റെ ഒരു ഗോൾഡൻ ലൈൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു ഫ്രണ്ടിനോടോ നമുക്കൊരു ക്രഷുള്ള ഒരു വ്യക്തിനോടൊക്കെ പോയിട്ട് ഇങ്ങനെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയാം. വാലന്റൈൻസ് ഡേക്ക് എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ താല്പര്യമുണ്ടോ, നമുക്കൊരു നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് കാലൊക്കെ നനച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊന്ന് പറയാം. ഒന്നെങ്കിൽ അവർ യെസ് പറയും. യെസ് പറഞ്ഞാല് ജിങ്കലല്ല സെറ്റ് ആ രീതിയില്. അല്ലെങ്കിൽ അവര് നോ പറയും.
നോ പറയുമ്പോൾ അറിയാം നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോടൊക്കെ ഉള്ള ഒരു അപ്രോച്ച് ആട്ടെ ഞാൻ ഈ പറയുന്നത്. അല്ല നിങ്ങൾ ജസ്റ്റ് കണ്ട ഒരാളോട് പോയിട്ട് ഇത് ട്രൈ ചെയ്യരുത്. അപ്പൊ ആകെ പോകണം. നമ്മളൊരു നല്ല ബന്ധമുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമുക്കൊരു പരിചയമുള്ള ഒരു പെൺകുട്ടിനോട് ഇത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോ പറഞ്ഞാലും അറിയാ ഞാൻ പ്രാങ്ക് ആക്കിയതാ, ഗോച്ച ബ്രോ നിന്നെ കിട്ടി, നിന്നെ ഞാൻ വീഴ്ത്തി. പക്ഷെ അത് നോ പറഞ്ഞ ഉടനെ ഒരാള് ഞാൻ പ്രാങ്കാന്നാണ് പറഞ്ഞ അപ്പൊ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ ഇത് ഇതിപ്പോ ഇനിയിപ്പോ വീണിട്ട് റോൾ അടിക്കാന്ന് മനസ്സിലായില്ലെങ്കിലോ അവിടെയല്ല കാര്യം. സെറ്റായില്ലേ ശ്രീഹരി പറഞ്ഞോണ്ടല്ലേ സ്ക്രിപ്റ്റ് തെറ്റിയാനെ. ഇല്ലടാ, അതൊക്കെ നമ്മളൊരു മാനേജ് ചെയ്യണ രീതിയിൽ നമ്മളോട് ചിരിച്ചാണ്ട് ഈ പ്രാങ്ക് ഒക്കെ എല്ലാം എന്നൊക്കെ ആരും ഡേറ്റിനുണ്ടാവാനാ ഈ ബുദ്ധിയുള്ള ആരും ഡേറ്റിനുണ്ടാവും പറഞ്ഞാൽ തീർന്നു. അപ്പൊ ഓളെ ഈഗോടെ കേട്ടോ എന്നിട്ട് ചിലപ്പോ യെസ് പറയും. ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ ആളെ തന്നെ ഡേറ്റ് ചെയ്യാൻ പോകും. കൗണ്ടർ പ്ലാൻസ്. പിന്നെ ഏപ്രിൽ ഫുൾ ഡേ ഒക്കെ ഇത് ട്രൈ ചെയ്യുക. കാരണം അവര് നോ പറയാണ് ഏപ്രിൽ ഫുൾ ഡേ ആണ് ബെസ്റ്റ് ഡേ. നോ പറയുകയാണെങ്കിൽ ഏപ്രിൽ ഫുൾ. പക്ഷെ ഇനിയിപ്പോ ഒരാള് ഏപ്രിൽ ഫൂൾസ് ഡേക്ക് വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു വിചാരിച്ചോ, പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡേറ്റിന് വിളിച്ചു വിചാരിച്ചോ, അപ്പൊ പെൺകുട്ടി വിചാരിക്കുകയാണെ ഏപ്രിൽ ഫൂൾസ് ആണ് ഇവ എന്നെ പ്രാങ്ക് ചെയ്യാൻ ചോദിക്കാണോ എന്ന് വിചാരിച്ചിട്ട് യെസ് പറയേണ്ട ആള് നോ പറഞ്ഞാലോ? അതെനിക്കറിയില്ല. അതൊക്കെ പിന്നെ വിധിയുടെ വിളയാട്ടം. അതൊക്കെ പിന്നെ വിധിയുടെ വിളയാട്ടം. എന്റെ മനസ്സ് അങ്ങനെയൊക്കെ പോവാ. പിന്നെ വാലന്റൈൻസ് ഡേന്റെ ഒരു ബിഗ് ഹാക്ക് എന്താന്ന് വെച്ചാല് വാലന്റൈൻസ് ഡേന് പ്ലാൻ ഉണ്ടാക്കാതെ വാലന്റൈൻസ് ഡേന്റെ പിറ്റേന്ന് പ്ലാൻ ഉണ്ടാക്കാം. കാരണം എന്താന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേന് എല്ലാ റെസ്റ്റോറന്റും എല്ലാ റിസർവേഷൻസും എല്ലാ സ്ഥലങ്ങളും എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും എല്ലാ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ പാക്ഡ് ആയിരിക്കും. ഭയങ്കര ലൈനായിരിക്കും, ഭയങ്കര ക്യൂ ആയിരിക്കും. നമുക്ക് നമ്മളുടെ ആ ഒരു പ്രിവസിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. എന്തിന് പ്രിവസി? നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ടൈമിന് വേണ്ടിയുള്ളൂ. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോ റോഡ് ഫുള്ള് കാലിയായിരിക്കും. ലോട്ട്സ് ഓഫ് പ്രിവസി. ഏത് റെസ്റ്റോറന്റും അപ്പൊ പക്ഷെ അതല്ലടാ, ഈ February 14th മാത്രം ഓഫേഴ്സും ഇതൊക്കെ വെക്കുന്ന പ്ലേസസും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ചിലപ്പോ അന്ന് തന്നെ പോകേണ്ടി വരും. റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ പോവാണെങ്കിൽ ഇപ്പം നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് വിചാരിച്ചോ, അവർ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഇന്നത്തെ ചിക്കൻ ബിരിയാണിക്ക് പകുതി അല്ലട വെക്കും. വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിൽ അവര് ചിലപ്പം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ പറഞ്ഞാണ്ടൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ. പക്ഷെ ഞാൻ ഈ അടുത്തൊരു റെസ്റ്റോറന്റ് കണ്ടിരുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞു. നാട്ടിലെ കോഴിക്കോട് ലെവസ്റ്റ പിങ്ക് കഫേന്റെ ഒരു ആഡാണ്. എനിക്ക് അവരെ പേഴ്സണലി അറിയണോണ്ടാണ് ഞാൻ പിന്നെ എവിടെയാണെങ്കിലും നാട്ടിൽ നടക്കുന്ന ഏത് വാലന്റൈൻസ് ഡേ അതല്ല, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളുടെ കഫേയാണ്. അപ്പൊ അതാ പിന്നെ ഞാൻ ഷൗട്ട് ഔട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പം അവരെ ഐഡിയ എന്താന്ന് വെച്ചാല് വാലന്റൈൻസ് ഡേ കാൻഡിൽ ലൈറ്റ് ഡിന്നർ, പക്ഷെ അവര് ഡേറ്റ് February 12 or 14 ടിൽ February 25 വരെ ഉണ്ട്. അപ്പൊ എന്താ 10 ദിവസത്തിന്റെ ഉള്ളിലും ആൾക്കാർക്ക് ചിലപ്പോ 14th വെൻസ്ഡേ ആണ്, അന്ന് എല്ലാരും ഫ്രീ. ആ ഫ്രണ്ട് ഞാനൊക്കെ ഒരു വേവ് ലെങ്ത് ആണ്. കാരണം വാലന്റൈൻസ് ഡേ ഭയങ്കര ബിസി ആയിരിക്കും. ഒരാൾക്ക് ഒറ്റ ദിവസത്തിൽ എല്ലാവർക്കും കഴിയില്ല എന്ന് മൂപ്പർക്ക് അറിയാം. അതെ, പിന്നെ അത് മാത്രല്ല വെൻസ്ഡേ ആണ് ഇപ്രാവശ്യം വാലന്റൈൻസ് ഡേ വന്നത്. അപ്പം അന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് പല ആൾക്കാരും ബിസി ആവും. വർക്കിംഗ് ഡേ. മൂപ്പര് കണ്ടറിഞ്ഞോണ്ട് നല്ല രീതിയിൽ ആ ഒരു ടാക്ടിക്സ് പ്ലേ ചെയ്തു. അങ്ങനെ വാലന്റൈൻസ് ഡേ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്, പല പല വിശേഷങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ സയാനെ, ഞാന് ഈ അടുത്ത് അതായത് ഇന്നലെ ഞാൻ കോളേജിൽ നിന്ന് ഇങ്ങനെ സ്റ്റോറി കിട്ടിയിരുന്നല്ലോ അങ്ങനെ അസൈൻമെന്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ലൈബ്രറിയില് നമ്മുടെ ഇവിടുത്തെ ലൈബ്രറിയില് നമുക്ക് ബുക്ക് ചെയ്യാം, ഇങ്ങനെ സ്റ്റഡി റൂംസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം. അപ്പൊ ആ റൂമില് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സൗണ്ട് പ്രൂഫ് ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. അപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ ഇത് ഓപ്പണാ ഗ്ലാസ് ആണ് പ്രിവസി. ഫാൻഷോ കോളേജിൽ സ്വന്തമായിട്ട് നമുക്കൊരു സ്റ്റുഡിയോ സ്പേസ് പോലെ ഭയങ്കര പ്രിവസി. നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്യാൻ പറയാറുണ്ട്. അതെ, അപ്പം ഞാനും എന്റെ ഫ്രണ്ടും അവിടെ ഞങ്ങൾ അസൈൻമെന്റ് ഒക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ തൊട്ട് റൈറ്റ് സൈഡിലെ ക്യാബിന് അതായത് സൗണ്ട് പ്രൂഫ് ആണ്, പക്ഷെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയ സൗണ്ട് വരും. അത്രത്തോളം സൗണ്ട് പ്രൂഫ് അല്ല. യു ഗെറ്റ് മൈ പോയിന്റ്? ഓക്കെ. അപ്പൊ തൊട്ടടുത്ത റൂമിൽ നിന്ന് നീ പലതും വിചാരിക്കും, എന്നാ അതല്ല
നീ പറയുന്നതും അത് സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലാണ്. തൊട്ടടുത്ത സ്റ്റഡി റൂമില് ഒരു 3-4 പെൺകുട്ടികള് ഇവരിങ്ങനെ ഒരു ക്യാമറ ഇതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇതാക്കി പെട്ടെന്ന് ഇവരങ്ങോട്ട് ഷൗട്ട് ചെയ്താണ്ട് ഹേ ഗായ്സ് വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ എനിക്ക് ഇവരെ അറ്റൻഷൻ ഗ്രാബായി. പോഡ്കാസ്റ്റ് നമ്മുടെ ഫീൽഡ്, അതും വൈറ്റ്സ് ആട്ടോ. ഇവര് വൈറ്റ്സ്, പിന്നെ ഒരു അറബ് പെൺകുട്ടി, അങ്ങനെയൊക്കെ ഉള്ള ഒരു 4 പെൺകുട്ടികളാണ്. അപ്പൊ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഓരോരോ ഇതായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷില്. അപ്പൊ എനിക്ക് എന്റെ ഡ്രീം അതെ. അപ്പൊ എനിക്ക് ഭയങ്കര വേണോ, അവരാണ് ഫുള്ള് ഫെമിനിസം പേട്രിയാർച്ചിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് വേണേ പോയിട്ട് ഒറ്റ ആള് കുറെ പെണ്ണുങ്ങള് അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കാട്ടോ. അപ്പൊ നല്ല രസമുണ്ട്, ഇവര് ഇങ്ങനെ നല്ല എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ അസൈൻമെന്റ് കഴിഞ്ഞപ്പോ ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവും അവര് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ ഇതിന്റെ ഫ്രണ്ട് ഡോർ മാത്രമാണ് ഫുൾ ക്ലാസ്, സൈഡൊക്കെ ഫുൾ കാണും. അപ്പൊ എനിക്ക് ഒരു പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന പോലെ അത് കേൾക്കണുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ അവരുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോ ഞാൻ ആരാണ് ഈ പിള്ളേര് പോഡ്കാസ്റ്റ് ഒക്കെ ഇങ്ങനെ നോക്കാൻ വിചാരിച്ച്. അപ്പൊ നോക്കുമ്പോ 4 പെൺകുട്ടികള്, ഒരു 2-3 വൈറ്റ്സ് ഗേൾസും പിന്നെ ഒരു അറബ് ഗേളൊക്കെ ആയിട്ട്. പക്ഷെ ഇവര് ഇതേപോലെ ഒറ്റ ക്യാമറ വെച്ചിട്ടുണ്ട് മുന്നില്. ആ ക്യാമറ റെക്കോർഡിങ് ആവുന്നില്ല. അപ്പൊ എനിക്ക് നമുക്കറിയാവുന്ന അതില് ഞാൻ അവരോട് വേഗം ഇങ്ങനെ ആക്കി. അപ്പൊ ഒരു ഇങ്ങനെ എന്തോ വെച്ചപ്പോ അപ്പൊ ഞാനിങ്ങനെ ക്യാമറ നോട്ട് റോളിങ് പറഞ്ഞു, കാരണം കേൾക്കൂലല്ലോ. അപ്പൊ ഇങ്ങോട്ട് ഓരോ താങ്ക് യു ഒക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഫുള്ള് മറ്റേ ഒരു മെനേഴ്സ് എന്നുള്ള രീതിയിൽ ഓക്കെ ഞാൻ അങ്ങ് നടന്നുപോയി. ഞാൻ പിന്നെ അങ്ങ് സെറ്റ് ചെയ്ത്. പിന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷ, എന്താ ഒരു പോഡ്കാസ്റ്റിന്റെ പേര്? നമ്മൾ കോളേജിലൊരു പിള്ളേർക്ക് ഒരു സെറ്റ് ഓഫ് പിള്ളേർക്ക് പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ആകാംക്ഷ. അപ്പൊ ഞാൻ ഓരോരുത്തർക്ക് പോയാണ്ട് ഞാൻ നോക്ക് ചെയ്ത്. അപ്പൊ കമ്മിന്ന് പറഞ്ഞു. അതിൽ ഞാനിങ്ങനെ കേറി, ഞാൻ ഇങ്ങനെ അവരോട് ചോദിച്ച്, ഞാൻ അപ്പുറത്ത് ഇരുന്നപ്പോ നിങ്ങളെ പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ടു, എനിക്കങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, നിങ്ങളെ പോഡ്കാസ്റ്റിന്റെ പേരെന്താ ചോദിച്ചു. അതിലൊരിങ്ങനെ ചിരിച്ചാണ്ട് പറഞ്ഞു, ഞങ്ങളെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത്, ഞങ്ങളെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹോംവർക്കാണ് ഇത്. എന്താ അടിപൊളി കോഴ്സ്. ഞാൻ ചോദിച്ചു എന്താ കോഴ്സ് ചോദിച്ചു. അപ്പൊ ഒരു ECE എന്തോ പറഞ്ഞു, പക്ഷെ അതിന്റെ ഫുൾ എന്താന്ന് എനിക്കറിയില്ല. ഇലക്ട്രോണിക് ആൻഡ് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ്. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു ഞങ്ങളെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണ്, അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി വന്നിരുന്ന. കാരണം ഇവരെ കയ്യിൽ സ്ക്രിപ്റ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മളെ പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റഡ് അല്ല. അതെ. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ ഞാൻ അങ്ങനെ കൊള്ളാം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞ് എനിക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പൊ ഇറ്റ്സ് സോ കൂൾ ടു മീറ്റ് someone who have a podcast എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര ഇതിട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് കറക്റ്റ് അറിയാം ഈ വീഡിയോ റെക്കോർഡ് ആവാക്കുമ്പോഴുള്ള ഒരു വേദന. അങ്ങോട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഹാക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ഓൺ ആക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ഇതാക്കിയാൽ മതി. വീഡിയോ ക്ലാരിറ്റിനെ ബാധിക്കൂല, പക്ഷെ ആ ഫ്ലാഷ് ഓഫ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റെക്കോർഡിംഗ് അല്ല. അപ്പൊ ഓരൊക്കെ ഒരു വൻ കമ്പനി താങ്ക് യു സോ മച്ച്, സോ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതെ നമ്മുടെ ഹാക്കാണ് ഇത്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് ഫുൾ അവരായിട്ട് കമ്പനി ആയി. ഇങ്ങോട്ട് ഞാൻ പിന്നെ പോയി എന്റെ പരിപാടികളൊക്കെ ചെയ്തു. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായി. ഗസ്റ്റ് അപ്പിയറൻസ് വിളിക്കുനി അല്ല, ഒരു പ്രൊജക്റ്റാണ്. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷ ജോലി ഇതന്നെ എങ്ങനെയും തീർത്ത് മാർക്ക് മേടിക്കാനുള്ളൊരു. ഇംഗ്ലീഷിലൊരു പോഡ്കാസ്റ്റ് ചെയ്താലോ? ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ എനിക്ക് എന്റെ കൂടെ പറ്റും. അതെ, ഞാൻ പണ്ട് സെമീറും സ്പോട്ടിഫൈയുടെ ഒരു കോൺടെസ്റ്റിൽ ഏതായിരുന്നു എന്റെ ക്യാമറ ക്യാമറ ആംഗിളൊക്കെ ഉണ്ടായതുകൊണ്ട് ഫ്ലാഷ്. ഓക്കെ, പണ്ട് ഞാൻ സെമീർ ഒരു സ്പോട്ടിഫൈന്റെ ഒരു പോഡ്കാസ്റ്റ് കുറച്ചുകൂടി ക്യാമറ പണ്ട് സെമീർ സ്പോട്ടിഫൈന്റെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു പോഡ്കാസ്റ്റിംഗിന്റെ. അതിൽ ഏതോ 3rd റൗണ്ട് ഫൈനൽ റൗണ്ടിലേക്കൊക്കെ സെമീർ എത്തിയിരുന്നു. അങ്ങനെ അതിലെന്താന്ന് വെച്ചാൽ എന്തോ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യണമെന്നായിരുന്നു 3ാമത്തെ റൗണ്ട് സെമീറിന്റെ ടാസ്ക്. എന്നിട്ട് സെമീർ ഒബ്വിയസ്ലി പോഡ്കാസ്റ്റിംഗിന് അവന്റെ പാർട്ട്ണറായ എന്നെ വിളിച്ചു. അതെ, ഞാൻ ആദ്യം വിചാരിച്ചു
വിചാരിച്ച് ഞങ്ങളെ സ്കൂളിലുള്ള ഒരു പയ്യനുണ്ട്, ആള് തമിഴ് സ്പീക്കിംഗ് ചെക്കനാണ്, എസ് അരവിന്ദ് എന്നാണ് അവന്റെ പേര്. മറ്റേ ഭയങ്കര സിംഗറൊക്കെയാണ്. ചിലപ്പം പല ആൾക്കാർക്കും അവനെ അറിയാം. ഞാൻ അവന്റെ സ്റ്റോറി ഒക്കെ ഇടുമ്പോ കുറെ ആൾക്കാർ സ്കൂളിൽ ഞങ്ങളെ സ്കൂളിൽ പഠിച്ചിരുന്ന അരവിന്ദ് എന്നായിരുന്നു ഞങ്ങൾ സ്കൂളിലായപ്പോ അവനെ വിളിച്ചിരുന്നത്. SK അരവിന്ദ് എന്നാണ് അവന്റെ യൂസർ നെയിം. അരവിന്ദ് മ്യൂസിക് എന്നാണ് അവന്റെ പാട്ടിന്റെ. അതെ, പാട്ടൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇവന് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, പിന്നെ സ്കൂളിൽ ആ ബന്ധമുണ്ട്, പിന്നെ ഇവൻ ഒരു മലയാളി അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇവനെ സെറ്റാക്കുക ഗസ്റ്റ് എപ്പിസോഡിന്. അങ്ങനെ ഇവനെ അപ്രോച്ച് ചെയ്ത് ഇവനോട് അപ്രോച്ച് ചെയ്ത് ഇവൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു ദിവസം എത്തുന്നതിന്റെ 2 ദിവസം മുന്നൊക്കെ ഇവൻ പറഞ്ഞ് ഇവൻ എന്തോ ഒരു ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, അപ്പൊ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ മാറ്റി വെക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാനോട് പറഞ്ഞാൽ മാറ്റി വെക്കാൻ സീനില്ലായിരുന്നു. പക്ഷെ മാറ്റി വെക്കാൻ പറ്റൂല, കാരണം എനിക്ക് ഈ റൗണ്ടിന്റെ ഡെഡ് ലൈൻ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഈ മൺമുണാമ്പനെ വിളിച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വേറൊരാളെ സെമീറിനെ കിട്ടി. അതെ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ ഇത് സെമീർ അന്ന് നാട്ടിലും ഞാൻ കാനഡയിലുമാണ്. ഞങ്ങൾ രണ്ടാൾക്കാരും പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ഫോണൊക്കെ വെച്ച് റെഡിയായി. ഓക്കെ, ഈ പോഡ്കാസ്റ്റ് മലയാളത്തിലല്ല. ഞാനാണ് ഫുള്ള് സയാനെ ഒരു എത്തിക്കലി റിസർച്ച് ഒക്കെ ചെയ്ത്, എനിക്കറിയാം സയാനെ കുറിച്ച്. ഞാൻ നൈസ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി. എന്തൊക്കെയായിരുന്നു എനിക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കാരണം ഫുൾ ആ ബുക്കിൽ എഴുതി വെച്ചിരുന്നത്. പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാനും റെഡിയായി. ഓക്കെ, ഈ പോഡ്കാസ്റ്റ് മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് ഞാൻ സെമീറിനോട് സംസാരിക്കുന്നത്. ഞാൻ പ്രിപ്പയർഡ് ആയി. അങ്ങനെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്ത് 2 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പൊ തന്നെ എനിക്കും സെമീറിനും മനസ്സിലായി ഞാനും സെമീറും തമ്മിൽ ഇംഗ്ലീഷ് സംസാരിച്ചാ റെഡിയാകില്ല എന്ന്. ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. സംഭവം എന്താ വെച്ചാല് നമ്മള് ചെറുപ്പം മുതലേ നമ്മള് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. സംഭവം 2 പേർക്കും ഇംഗ്ലീഷ് സംസാരിക്കാറ്, 2 പേരും ഇംഗ്ലീഷ് ഡിബേറ്റിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടി ഫ്രണ്ട്സ് ആവുന്ന ഇംഗ്ലീഷ് ഡിബേറ്റ് കോമ്പറ്റീഷനിലെ 8th ക്ലാസ്സിൽ വെച്ചിട്ട്. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കരത. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാനും സയാനും കണ്ടപ്പോ തന്നെ സയാനും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയ കഥ ഒക്കെ ഇങ്ങനെ പറയാം. ഹിദായന്റെ അടുത്ത്, നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്ന ഹിദായന്റെ അടുത്ത് പോയ കഥ ഇങ്ങനെ പറയാം. അപ്പൊ ഞങ്ങള് വേറൊരു ഫ്രണ്ടും ഉണ്ട്, മലയാളം സ്പീക്കിംഗ് ഫ്രണ്ട് അല്ല. അപ്പൊ ഓരോ ഞാൻ ഓക്വേർഡ് ആക്കട്ടെ വിചാരിച്ചിട്ട് നമ്മൾ മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ സംസാരിച്ച്, പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും ഇവന്റെ കൂടെ സംസാരിക്കുന്ന ഒരു ഫീൽസ് അറ്റ് ഹോം ഇല്ല. അതെ, ഞാൻ സംസാരിച്ചപ്പം എന്തൊക്കെ ഒരു ഒരു സുഖമില്ല. അതൊരു റിയാക്ഷൻസും റിപ്ലൈസും ആൻസേഴ്സും നമ്മള് മലയാളത്തിൽ പറയുന്ന പോലെയല്ല നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക. നമുക്കൊരു ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല, അത് ഒരു കുറെ സൈക്കോളജിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഓരോ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആവും. എനിക്ക് തോന്നുന്നത് അത് ശരിയാണ്. കാരണം ഞാൻ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ കൂളർ? ഞാൻ മലയാളത്തിലാണ് ഫണ്ണി, പക്ഷെ ഇംഗ്ലീഷിലാണ് കുറച്ച് ഒരു സ്മാർട്ട് കൂൾ, ഒരു ഓക്കെ ലെവൽ. ഇംഗ്ലീഷിന്റെ എനിക്ക് അറിയില്ല അത്ര, പക്ഷെ മലയാളത്തിൽ ഞാൻ ഫണ്ണിയാണ്. നിങ്ങൾക്ക് അല്ല അറിയാം. ഫണ്ണി പറഞ്ഞാ ഇങ്ങനെ തമാശ പറയല്ല, പക്ഷെ എന്റെ വേ ഓഫ് സ്പീക്കിംഗ് എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ്. ശരി, അല്ല നമ്മളെന്തോ പറഞ്ഞോണ്ട് നിന്ന് പേഴ്സണാലിറ്റി അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുമ്പോ എന്റെ സോച്ച് സമജ് സബ് ഹിന്ദി മേ ഹോത്താ ഹൈ, പക്ഷേ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും എന്റെ ഫുള്ള് അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഒരു തിങ്കിങ് കൊണ്ടൊക്കെ മലയാളത്തിൽ സംസാരിക്കുമ്പോ ആ രീതി ആയിരിക്കും. പിന്നെ അറബിയിൽ അറബി സംസാരിക്കാത്തോട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ സ്കൂൾ ലൈഫിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ കുറെ ആൾക്കാർക്ക് അത് ഭയങ്കര റിലേറ്റബിൾ ആയി തോന്നി. അപ്പൊ എനിക്ക് നമ്മളെ സ്കൂളിലെ ഒരു മെമ്മറി എനിക്കണ്ട് ഓർമ്മ വന്നു. നമ്മളെ സ്കൂളിൽ ഒരു ടൈമില് ഒരു ട്രെൻഡ് വന്നു. ട്രെൻഡ് എന്താന്ന് വെച്ചാല് നമ്മളെ പോഡ്കാസ്റ്റിലെ ഇൻട്രോ റോൾ ചെയ്യുന്ന സൗദാണ് ഈ ട്രെൻഡ് നമ്മളെ ഇടയിൽ പോപ്പുലർ ആക്കി. അതെ, ഞങ്ങളെ ബാച്ചിലും ഞങ്ങളെ സ്കൂളിലെ ജൂനിയേഴ്സിലൊക്കെ എത്തിച്ചത്. എന്താന്ന് വെച്ചാല് ഞാനൊരു ദിവസം സ്കൂളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഈ സംഭവം, എന്താണ് ഈ ട്രെൻഡ്? അപ്പൊ എന്താന്ന് വെച്ചാല് സൗദാണ് ഇത് ഒരു മജീഷ്യൻ പോലെ. അതെ, സൗദ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സിനിമ പറഞ്ഞു കൊടുക്കുക അതിന്റെ പ്രോസസ്. സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങളൊരു ഫുട്ബോൾ മാച്ചിന് വേണ്ടി ഞങ്ങളൊരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാദിൻ എന്ന് പറഞ്ഞിട്ട്. ഷാദിന്റെ മാത്രം നമ്മുടെ ഫ്രണ്ട് ഷാദിന്
അപ്പൊ ഷാദിന് എന്നോട് വന്നാണ്ട് പറഞ്ഞു എന്റെ കാക്ക ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് നമ്മള് ഒരു കുറച്ച് സെക്കൻഡ്സിന് ബോധം കെടും, നിനക്ക് ട്രൈ ചെയ്യണോ ചോദിച്ചു. ഞാൻ പിന്നെ എനിക്ക് ഒന്നിനും ഒരു പേടില്ലാത്തതുകൊണ്ടും എല്ലാം എനിക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാല്, ഡിസ്ക്ലെയിമർ, ഇതാരും വീട്ടിലോ സ്വന്തമായിട്ടോ ട്രൈ ചെയ്യാതിരിക്കുക. ഇറ്റ്സ് എ ഡേഞ്ചറസ് ആക്ട്. പണ്ട് WWE മാത്രമേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ആരും ഇത് ട്രൈ ചെയ്യാക്ക. സോ സംഭവം എന്താന്ന് വെച്ചാല്, നമ്മൾ ഇരുന്നിട്ട് 10 ലോങ് ബ്രീത്ത് എടുക്കുക. അങ്ങനെ 10 ലോങ് ബ്രീത്ത് എടുക്കുക. ഇത് ട്രൈ ചെയ്തു, പക്ഷെ ഞാൻ ഇത് വിശദമായി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 10 ലോങ് ബ്രീത്ത് എടുത്തിട്ട് 10ാമത്തെ ലോങ് ബ്രീത്ത് നമ്മള് ഹോൾഡ് ചെയ്യാം. മോൾക്ക് ഇതാക്കിയിട്ട് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്തിട്ട് നമ്മളായിട്ട് എണീക്കുമ്പോ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ആള് നമ്മളെ ഈ ഒരു 2 സ്ഥലം കൊണ്ട്, 2 സ്ഥലം നമ്മുടെ ഈ തമ്പിന്റെ ഈ ഒരു ഓഡിയോ ലിസണേഴ്സ് ഒന്ന് വീഡിയോ പറഞ്ഞുതരാൻ അറിയില്ല, നമ്മളെ ഉള്ളംകൈയിന്റെ സ്റ്റാർട്ട്, ഉള്ളംകൈന്റെ ആ ഒരു തമ്പിന്റെത്, അതായത് ഒരാള് ചോക്ക് ചെയ്യൂലേ, ആ ഒരു ചോക്ക് ചെയ്യുന്ന ഒരു ഹാൻഡിങ് പൊസിഷൻ, അതാണ് ഓഡിയോ ലിസണേഴ്സ് ഞാൻ കൺവേ ചെയ്യാൻ. എല്ലാവർക്കും ചോക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പം നമ്മള് ഈ ഒരു തമ്പ് നമ്മള് ഈ ഒരു 10th ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോ നമ്മളെ ഈ ആഡം ചാപ്പിളിന്റെ ഈ ഒരു സ്പേസ് അല്ലാതെ ഈ ഒരു കുഴലുണ്ടല്ലോ, കഴുത്തിലെ ശ്വാസക്കുഴൽ അങ്ങനെ എന്തോ അതിന് പറയാ, ഇതിന്റെ ഈ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഇവിടെ പ്രഷർ കൊടുക്കുക. പ്രഷർ അങ്ങനെയൊക്കെ പറയുന്നത്, കഴുത്തിന്റെ ലെഫ്റ്റിലും റൈറ്റിലും അങ്ങ് പ്രഷർ കൊടുക്കുക, അങ്ങനെയും പറയാം. കഴുത്തിന്റെ ലെഫ്റ്റിലും റൈറ്റിലും. അതെ, ഞാൻ ഓഡിയോ ലിസണേഴ്സിന് മനസ്സിലാവാന് കഴുത്തിന്റെ ലെഫ്റ്റിലും റൈറ്റിലും. ഓക്കെ, കഴുത്തിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുക്കുമ്പോ എന്താ സംഭവിക്കണ വെച്ചാല് നമ്മളെന്തോ ഒരു ബ്രീത്തിങ്ങോ നെർവിന്റെ എന്തോ കട്ട് ഓഫ് ആവണാണ്. അപ്പൊ ഈ പ്രഷർ കൊടുക്കുമ്പോ ബോധം കെടുന്നാണ് ഒരു ഫാക്ട്. അങ്ങനെ ഇവൻ ഷാദിന്റെ കാക്ക ഇന്നത് ചെയ്ത് ഇവൻ പ്രഷർ എന്ന് ഒരു 5-6 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചെന്ന് ഞാൻ ബോധം കിടന്നില്ല. അതില് ഷാബിന്റെ കാക്ക മേ ബി ഇവന്റെ വർക്ക് ആവില്ലായിരിക്കും പറഞ്ഞാണ്ട് ഓൻ ഗിവപ്പ് ചെയ്ത് ഗിവപ്പ് ചെയ്ത് ഞാൻ തന്നെ എന്താ വർക്ക് ആവാന്നുള്ളതില് ഞാൻ എന്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുക. ഇവൻ കയ്യണ്ട് എടുക്കലും ഞാൻ അപ്പൊ തന്നെ സീറ്റിക്ക് ഇങ്ങനെ അങ്ങ് പോയി. അതില് സീന്, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഔട്ട് ഒക്കെ ആവണ പോലെയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ എന്തോ ഒരു കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോയി ഒരു 2 സെക്കൻഡ് കൊണ്ടാണ് എണീച്ച്. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാനിത് സൗദിനോട് പറഞ്ഞു. സൗദ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ സൗദിനോട് പറഞ്ഞു. അപ്പൊ സൗദാണെങ്കിൽ അവന്റെ കൈ നല്ല സ്ട്രോങ് ആണ്. അപ്പം ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോ ആൾക്കാർ ബോധം കെടാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ സൗദിനോട് ഞാൻ പറഞ്ഞു. സൗദ് ആദ്യം ഒന്നും കൂടി ഇന്നാക്കി. ഓന് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നാക്കിയപ്പോ ഞാൻ അതേപോലെ വീണ്, രണ്ടാമത് വീണ് വീട്ടിൽ. ഇങ്ങോട്ട് ഞാൻ വീണ്ടും അടിച്ച് നോക്ക്, നല്ല രസമാണ്. അതെ, അതില് ഞാൻ ഇങ്ങോട്ട് സൗദിനാക്കിയപ്പോ സൗദിന് അത് ആയോ ഇല്ല എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഞങ്ങള് സ്കൂളിൽ എത്തിയിട്ട് ഇതിങ്ങനെ മെല്ലെ മെല്ലെ അതായത് ഞങ്ങള് ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്ന കുറച്ച് സീനിയേഴ്സിനെ ചെയ്ത്, ചിലവരൊക്കെ ഇങ്ങനെ ബോധം കെട്ടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കിടന്ന്, ചിലവരൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ട് അതേപോലെ അങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. ചിലവരിങ്ങനെ ബോധം കെട്ടി ഇങ്ങനെ പോകും, ചിലവർ ഭയങ്കര വീഴ്ചയായിരിക്കും ബാക്കൊക്കെ. അപ്പൊ നമ്മള് പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സൗദ് ഇതിന്റെ, അതായത് ഞാൻ ഇതിന്റെ ഒരു തിയറിസ്റ്റ്, ഞാൻ മറ്റേത് ലാബില് ഞാൻ അതിങ്ങനെ പ്രിപ്പയർ ചെയ്ത പോലെ സൗദ് ഇതിന്റെ എക്സ്പെരിമെന്റിസ്റ്റ്. അതെ, എന്നിട്ട് ഇതങ്ങ് എല്ലായിടത്തും. പിന്നെ ഓരോ കുട്ടികള് അവര് പരസ്പരം ചെയ്യാനൊക്കെ തുടങ്ങി. എന്നിട്ട് ഇവര് എന്റെ അടുത്തേക്ക് എത്തി. എന്റെ അടുത്ത് വന്നിട്ട് ഇവര് പറഞ്ഞ് എങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് ചെയ്യും, ഇവിടെ ഇങ്ങനെ പിടിക്കും. അപ്പൊ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ജീവനിൽ പേടിയുള്ളവർ, അവര് മാത്രമാണ് ഇത് ട്രൈ ചെയ്യാതെ. ഇവര് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും. അപ്പൊ നമ്മള് ബോധം കെട്ടി വീഴുന്നത്. അപ്പൊ തന്നെ ഞാൻ ഇവരെക്കാളും ബുദ്ധിയുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ ബ്രെയിനിലേക്കുള്ള എയർ പാസേജ് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അത് ചെയ്യുന്ന നമുക്ക് നമ്മളെ ആരോഗ്യത്തിന് ട്രിക്കിന്റെ ഭാഗമാകാൻ പറ്റിയില്ല. ചരിത്രം സൃഷ്ടിച്ച സ്കൂളിൽ ആ ചരിത്രത്തിന്റെ ഭാഗമാവാൻ പറ്റിയ ഞങ്ങൾക്ക്. ഞാൻ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവര് മണ്ടന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾക്ക്. സയൻസുകാര് ഫണ്ണൊക്കെ കൊമേഴ്സിലായിരുന്നു. സയൻസ് കൊമേഴ്സല്ല, സയൻസിൽ ഇതും എല്ലാവരും ജോഷുവനൊക്കെ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ജോഷുവൊക്കെ മറ്റേ എലിക്കുട്ടികളെത്തി ട്രാപ്പാണ് പോലെ. ചെറുതാ. അപ്പൊ സൗദര് വലിയ
അപ്പോ ഞാൻ മനസ്സിലാക്കി ഇത് നല്ലതിനല്ല, ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ. ഞാൻ ഹെൽത്ത് ഭയങ്കര അധികം വാല്യൂ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഹെൽത്തിന് കേടായ ഒരു സംഭവം ഞാൻ ചെയ്യാൻ നിൽക്കും. ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യണ കാണാന്ന് പറഞ്ഞു. അപ്പൊ സെമീറിനെ വീട്ടിൽ ചെയ്തു. കാരണം വേറൊരു സംഭവം എന്താന്ന് വെച്ചാല് ചില പിള്ളേർക്ക് നമ്മളിത് അതായത് നമ്മൾ അവരിൽ ട്രൈ ചെയ്യണം ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ. പക്ഷെ അവരിത് റെഡി ആവുമ്പോ ഞങ്ങളൊരു എക്സ്പെരിമെന്റൽ ഒരു ലാബറേറ്ററി പോലെ ഞങ്ങൾ പറയും ഇതാ ഇന്ന ചെയ്ത് കാണിച്ചില്ല, അപ്പൊ നമുക്ക് വിശ്വാസം കംപ്ലീറ്റ്ലി സേഫ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങളവരെ കൺവിൻസ് ചെയ്ത് സൗദ് ഓരോ മുമ്പിൽ പിന്നെ ഇന്നാക്കും, ഞാൻ പിന്നെ ബോധങ്ങളും പിന്നെ ബോധങ്ങൾ തന്നെ ഒരു പണിയാ ടൈമിൽ. അതെ. എന്നിട്ട് അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാം. അങ്ങനെ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ എന്തോ ആണിത്, 11th 12th അല്ല, 11th 12th ക്ലാസ് നല്ല ഓർമ്മ ഉണ്ട്. അമീറുദ്ദീൻ ശരിയാ, ഇത് 10th 9th ആവണം. 10th ആണ്, 9th അല്ല. അപ്പൊ ഞങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ സയൻസ് കോമേഴ്സ് ആയിട്ടില്ല കേട്ടോ. അതെ, അപ്പം വല്ലതും പറയാന്നുള്ളൂ. അപ്പൊ ഞങ്ങളപ്പോ 10B9 ആയിരുന്നു. അപ്പൊ എന്താ ഞങ്ങളിങ്ങനെ റെഗുലർ ആയിട്ട് ഒരു ക്ലാസ് എടുക്കാം. പെട്ടെന്ന് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ ഞങ്ങളുടെ PT സാർ ഡോർമ നോക്കി ചെയ്ത് ഇങ്ങനെ തുറന്നകത്തേക്ക് കയറി ഒരു അനൗൺസ്മെന്റ് കാണുന്നത്. അപ്പൊ സാറ് പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ സാറ് നിർത്തി സൈഡിലേക്ക് മാറി. എന്നിട്ട് സാറ് പറഞ്ഞ ഈയിടെ ആയിട്ട് നമ്മളെ സ്കൂളില് ഒരു കാര്യം സ്പ്രെഡ് ആയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് എന്നാണ്. എന്നിട്ട് മുപ്പരിങ്ങനെ റൈറ്റ് ചെയ്തിട്ട് കം കം ആരോട് അപ്പൊ ഉണ്ട് സൗദി പുറത്തുണ്ടായിരുന്നോ? സൗദിനെ കുറ്റവാളി പ്രതിനെയൊക്കെ ഹാജരാക്കുന്ന പോലെ സാറ് ഡോറിന്റെ പുറത്തേക്ക് പോയിട്ട് കം കം. അപ്പൊ സൗദി ഇങ്ങനെ തലക താഴ്ത്തി സൗദി ഇങ്ങനെ മുന്നിലോട്ട് ഞാൻ സൗദോ. അവിടെ സാർ അറിയാൻ ഇവരാണ് ഇതെല്ലാം സ്കൂളിൽ. കാരണം എന്തോ പിടിച്ചില്ല, സൗദിനെ പിടിച്ചത്. സൗദ് ചെയ്യുന്ന സൗദാണ് മാസ്റ്റർ മൈൻഡ്. ഞാന് സൗദ് ഓരോരു ടോയ്, നീ വെറും വിക്ടിം. അതെ, നിന്നെയാണ് ചെയ്തിരുന്നത്. സൗദാണിത്. നീ മാപ്പ് സാക്ഷി. അപ്പൊ സൗദ് എന്നിട്ട് ഇങ്ങനെ തലയൊക്കെ താഴേക്ക് താഴ്ത്തിയിട്ട് ഇങ്ങനെ കേറി വന്ന് സാർ പറഞ്ഞു ഇവരാണ് ഇത് ചെയ്തിരുന്ന ഈ എന്താ. എന്നിട്ട് സാറും എക്സ്പ്ലെയിൻ ചെയ്തു ഇത് എന്താ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തോ സാർ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കഴുത്തിന്റെ വിടങ്ങനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് സാർ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയോന്ന് ചോദിച്ചു. അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ സാർ പറഞ്ഞു നിങ്ങളെ ബ്രെയിനിലേക്കുള്ള എയർ പാസേജ് കട്ടൗട്ട് ആവാണ്. ഇത് തെറ്റായി ചെയ്താൽ ഇതിന്റെ റിസ്ക് ഭയങ്കര ഹൈ ആണ്. ഒരു കുട്ടി ഇത് ചെയ്തിട്ട് ഇപ്പൊ ആ കുട്ടി എവിടെയാണോ അറിയോന്ന് ചോദിച്ചു. എവിടെ? അപ്പം നമ്മള് മറ്റേ ഡോറ ബുജ്ജിനെ പോലെ എവിടെയാ ചോദിക്കാന്നില്ല. എല്ലാരും ഉണ്ടാകും. വൻ സീരിയസ് ആ റൂമൊക്കെ വൻ സൈലൻസ് ആയിരുന്നു. എന്നിട്ട് അപ്പൊ സാർ എന്നിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ കാണിച്ചു. അതായത് ആ കുട്ടി മരിച്ചു പോയി. മനസ്സിലായി. എല്ലാ സ്പേസൊക്കെ പോയി ഞാൻ വിചാരിക്കൂലല്ലോ ഇങ്ങനെ കാണിച്ചാല്. ചന്ദ്രനില. അപ്പൊ സാർ എന്നിട്ട് ഇങ്ങനെ കാണിച്ച്. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിലായി സമീറൊന്നും മരിക്കാതെ ബാക്കിയായല്ലോ. എന്നിട്ട് സാർ പറയാൻ അതുകൊണ്ട് ഈ ചത്തില്ലടാ അങ്ങനെ വേഗം ഒന്നും ചെയ്യാവില്ല. അപ്പൊ എന്നിട്ട് സാർ പറഞ്ഞു അതുകൊണ്ട് ഈ സ്റ്റുഡന്റിനെ ഞങ്ങള് ഒരാഴ്ചക്കോ 2 ദിവസത്തിനെ സസ്പെൻഡ് ചെയ്യാണ്. സൗദിനെ സസ്പെൻഡ് ചെയ്യാ. ഞാനിങ്ങനെ ഓ മൈ ഗോഡ്. പക്ഷെ അന്നെന്തോ ലോങ് വീക്കെൻഡ് എന്തൊക്കെ എന്നിട്ട് സൗദിനെ ഒരാഴ്ചക്ക് എന്തോ സസ്പെൻഡ് ചെയ്തത്. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം എന്താ മഴ പെയ്യേ അങ്ങനെ എന്തോ സംഭവിച്ചു നമ്മളെ സ്കൂളില്. അമ്മത്തിന്റെ മഴ. അതെ, ദൈവം തന്ന മഴ എന്നുള്ള പോലെ മഴ പെയ്താല് സൗദിയില് സ്കൂളിൽ അവധിയാ. കാരണം റോഡൊക്കെ ആകെ വെള്ളം പൊന്തും സൗദിയിൽ. മഴ വളരെ റെയറാ. അതെ, റെയർ ആയതുകൊണ്ട് വെള്ളം പോകാനുള്ള എന്താ സംവിധാനങ്ങളും ഡ്രെയിനേജുകളും ഒന്നും സൗദിയിൽ അഡ്വാൻസ്ഡ് അല്ല. കാരണം മഴ ഇല്ല. അതെ, അപ്പൊ മഴ എപ്പോഴും പെയ്തു. അപ്പൊ അങ്ങ് മഴ പെയ്തു. അങ്ങനെ മഴ പെയ്തിട്ട് ഒരു ദിവസം എന്തോ അവധിയായി. പിന്നെ വീക്കെൻഡ് എന്തോ. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ ഞാൻ പനോട് ചോദിച്ചു ഈ മഴ സൗദിയിലെ കാരണം എന്തിനാ വൈപ്പർ അല്ലേ? ഒരു പോയിന്റ് ആണത്. ചെറുപ്പത്തിൽ ആ ഒരു ബുദ്ധി വെച്ചുള്ള ഒരു പോയിന്റ്. അപ്പൊ എന്താ ആൻസർ ഒക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെ ഓർമ്മല്ല. അയ്യോ അല്ലേ അതുപോലെ വേറെ കടലിലെങ്ങനെ മഴ ചെയ്യുന്നത്? മരങ്ങളില്ലല്ലോ. മരത്തിന് മഴ ചെയ്യാന് മറ്റേ ഫോട്ടോസിന്തസിസും ഇതൊക്കെ കാരണം മരങ്ങളുള്ള സ്ഥലത്താണല്ലോ കൂടുതൽ മഴ ചെയ്യാം. ഓ അങ്ങനൊക്കെ.
അതൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ വെള്ളം വാട്ടർ വേപ്പർ ആയി പോയി. ഞാനും പഠിച്ചതാ. അപ്പൊ എന്താട്ടെ അപ്പൊ എന്നിട്ട് സൗദി അപ്പൊ പിന്നെ സിലി മാം അപ്പൊ എന്നിട്ട് 2 ദിവസം വീക്കെൻഡ് ആയി. വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഇവനിഞ്ഞും ഇവന്റെ എന്താ പറയാ ഇവന്റെ സസ്പെൻഷൻ പീരിയഡ് ഇവന്റെ തടവുകാലം അതാണ് ഞാൻ പറയുന്നത്. കിട്ടണ്ട ഇവന്റെ തടവുകാലം തീർന്നിട്ടില്ല. ഇവൻ 3ാമത്തെ വീക്കെൻഡ് കഴിഞ്ഞപ്പോ നൈസായിട്ട് സ്കൂളിലേക്ക് വന്നു. കാരണം എല്ലാരും കൊറേ ലോങ് വീക്കെൻഡ് ആയപ്പോ സംഭവം എല്ലാരും മറന്നു. ഇവ സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. പക്ഷെ ആരും ഒന്നും സീനാക്കിയില്ല. എനിക്ക് ഞാൻ സയാൻ ഈ അടുത്ത് പറഞ്ഞപ്പോഴാണ് സൗദിന് സസ്പെൻഷൻ കിട്ടിയ ഞാൻ അറിയണേ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സസ്പെൻഡ് ചെയ്തു. അതുമല്ല ഈ അമീറുദ്ദീൻ സാർ ഞങ്ങളെ PT സാർ എല്ലാ ക്ലാസ്സിലും പോയി സൗദിയും കൂട്ടി കൊണ്ടുപോകാൻ. ക്ലാസ് ഞാൻ ചിലപ്പോ ക്ലാസ്സിൽ ഉണ്ടാവുന്നില്ലേ. നീ വല്ല ഭംഗിയും ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടില് ബോധം കെട്ട് നടക്കലും ഫുട്ബോൾ കളിക്കലൊക്കെ നിന്റെ പണി. അപ്പൊ എന്റെ ഉമ്മ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ട് ഉമ്മ പഠിപ്പിച്ചോണ്ട് നിൽക്കുമ്പോ അമീറുദ്ദീൻ സാർ കേറി വന്നിട്ട് സൗദിനെ അപ്പൊ എന്റെ ഉമ്മ അങ്ങനെ നോക്കുമ്പോ സയാന്റെ ബെസ്റ്റ് ഫ്രണ്ട് സൗദ് നല്ല കൂട്ടുകാർക്ക് എന്നിട്ട് എന്റെ ഉമ്മ വന്നിട്ട് ഇവനെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഉമ്മ എന്നിട്ട് എന്നോടൊക്കെ വന്നിട്ട് പറഞ്ഞു സൗദിനെ സസ്പെൻഡ് ചെയ്തല്ലോ, എന്താ പറ്റിയേ ചോദിച്ചു. എനിക്ക് പറയാൻ കുറവായി എന്താ കാരണം. വിളിച്ചോണ്ടത് കാണിച്ചു കൊടുത്തൂടെ നിങ്ങളാ ശ്വാസകോശം നേരെ പിടിച്ചതെന്ന് പറഞ്ഞു ഞാൻ അമ്മേനോട്. അങ്ങനെ അതായിരുന്നു സൗദിനെ സസ്പെൻഡ് ചെയ്ത സ്റ്റോറി. എന്തല്ലേ ഞാന് മറ്റേ സിലിമാമിന് ഓർമ്മയായി അറിഞ്ഞില്ലേ. അപ്പം ഞാൻ അങ്ങനെ ഈ അടുത്ത് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാച്ച്മേറ്റ് നസീഫ് എന്നാണ് അവന്റെ പേര്. അപ്പൊ ഇവനൊരു സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കാലം മുതൽ ഇവന്റെ ഒരു പെർസോണ അറിയണ നല്ലൊരു പയ്യൻ. അതായത് ആർക്കും ഒരു ഉപദ്രവമില്ല. ഓനും അവന്റെ പഠിപ്പും കാര്യമൊക്കെ ആയിട്ട് പോവും. സ്മാർട്ടാണ്, ലിറ്റിൽ നേർഡാണ്. പിന്നെ ഒരു ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, കോമ്പറ്റീഷൻസിലൊക്കെ അതായത് ഇങ്ങനത്തെ ഈ എഡ്യൂക്കേഷൻ മലയാളം പോം കോമ്പറ്റീഷൻ അങ്ങനത്തേലൊക്കെ പങ്കെടുക്കുക. അതാണ് ഇവന്റെ ഒരു പെർസോണ. ഏകദേശം ഒരു പിടി കിട്ടും. പാൻറ്റൊക്കെ ഇവിടെ ഇൻസൈഡ് ചെയ്ത് അങ്ങനത്തെ ഒരു നല്ല പയ്യൻ. ഞാൻ സത്യം പറയാലോ, അവൻ കാരണമാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എക്സാം ഒക്കെ പാസ്സായിരുന്നു 11th 12th. ഗ്രേറ്റ്ഫുൾ. അപ്പം ഈ അടുത്ത് എന്നോട് സയാൻ വന്നാണ്ട് ഇവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അല്ല നീ ഇവനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്താ ഇവനെ കുറിച്ച് പറഞ്ഞ? നീ തെറി വിളിച്ചു. ശരിയാ. അല്ല അത് അതിന് ശേഷം നമുക്ക് ഓർമ്മല്ല. എടാ ഇവനാണ് മറ്റേ അന്നിങ്ങോട്ട് എന്നെ തെറി വിളിച്ചപ്പോ നീ തെറി വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞേ എന്തോ ഞാൻ തെറി വിളിക്കാറില്ല അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു. അപ്പൊ നീ സ്റ്റാർട്ട് ചെയ്തു. അതായത് എന്തോ ഒരു ഇതിൽ എന്തോ ഒരു തെറി വിളിച്ചു. തെറിയല്ല എന്തോ ഒരു സംഭവം. അപ്പൊ തെറി പോലെ അപ്പൊ സയാന് ഞാൻ തെറി വിളിക്കാറില്ല കേട്ടോ, കുറവാ. ഒന്ന് പോ മോനെ, ഈ പോഡ്കാസ്റ്റിൽ തെറി വിളിക്കാൻ കാണണം. ഇവൻ തെറി വിളിക്കാറുണ്ട്. അങ്ങനെ അപ്പൊ 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് 4ാം ക്ലാസ്സിൽ ഞാനും നസീഫ് ഇവരൊക്കെ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. അപ്പൊ 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാനും മറുവാൻ എന്ന് പറഞ്ഞ ചെക്കൻ. ഇപ്പൊ ഞാനും മറുവാനൊക്കെ ഭയങ്കര കമ്പനിയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ കുറച്ച് വലിയ രമ്യതയിലല്ലായിരുന്നു 4ാം ക്ലാസ്സിലെ. അതെ. അവനിപ്പോ ജർമ്മനിയിലാണ് എന്തിനോ പഠിക്കുക. ഇപ്പൊ ജിദ്ദയിലുണ്ട്. അപ്പൊ ഞാനും അതെ. അപ്പൊ ഞാനും മറുവാനും അന്നെന്തോ അടിയൊക്കെ ഉണ്ടായി. അടിന്റെ ഒരു ഫയറില് മറുവാന് ഇങ്ങനെ അന്ന് നമ്മളിങ്ങനെ പഠിച്ചു വരാം. നമുക്ക് അർത്ഥം കൂടി അറിയില്ല അതിന്റെ. അന്നിങ്ങനെ പഠിച്ചു വരണം. ഇവനങ്ങോട്ട് ദേഷ്യം മുതിട്ട് എന്ന് പറഞ്ഞു. ഫുൾ വാക്ക് വിളിച്ചു. അതെ. എന്നിട്ട് ഇങ്ങനൊക്കെ കാണിച്ച് ഇതല്ല കാണിച്ചത്, ഇങ്ങനെ കാണിച്ചു. അതില് ഞാനും ദേഷ്യത്ത് ഞാനും തിരിച്ചു വിളിച്ചു. സംഭവം എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല. പക്ഷെ ഇത് ഭയങ്കര മുടിഞ്ഞ തെറിയാണെന്ന് എനിക്ക്. അപ്പൊ ഞാനും അങ്ങ് തിരിച്ചു വിളിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടീച്ചർ, ഞങ്ങൾ ഈ പറഞ്ഞ EVS ടീച്ചർ സിലിമാമിന്റെ ഒരു പെർസോണ അറിയാണെങ്കിൽ അത്ര ഹൈറ്റ് ഒന്നുമില്ല. പിന്നെ ഒരു മോം ഫിഗർ ടീച്ചറാണ്. ഒരു അമ്മ മനസ്സ് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര സ്നേഹമാണ് പിള്ളേർ. പിന്നെ ഞങ്ങൾ 4ാം ക്ലാസ്സിലാണ്, ചെറിയ പിള്ളേരല്ല. അപ്പൊ ചെറിയ പിള്ളേരെ പഠിപ്പിക്കണ ആ രീതിയിലാണ് ടീച്ചർ പഠിപ്പിക്കാറ്. ഭയങ്കര ഒരു ഓമനത്ത്, മുഖത്ത് നോക്കിയാൻ ഒരു ഐശ്വര്യ, ഒരു സാരിയൊക്കെ ചുറ്റി നല്ല രീതിയിലാണ് മാം വരിക.
അപ്പൊ മാം ഇങ്ങനെ കയറി വന്നപ്പോ ഈ നസീഫ് ഈ കള്ളക്കാവടി ഇവന് ഫ്രണ്ട് ബെഞ്ചിലാ ഇരിക്കണേ. ഇപ്പൊ മാമിനോട് പോയണ്ട്, മാം ഇവരിങ്ങനെ ഫൈറ്റ് ഉണ്ടായി, ഇവരിങ്ങോട്ട് പരസ്പരം തെറി വിളിച്ചു, യുനോ വാട്ട് ദേ ഡിഡ് എന്ന് പറയുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചാണ് മാമിന് കാണിച്ചു കൊടുത്തിക്ക. ഒരാവശ്യമില്ല, അതില് മാം ഞങ്ങളെ രണ്ടാളെയും വിളിച്ച് ഇങ്ങോട്ട് പോവാ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്, നിങ്ങൾ ഇത്ര പ്രായമായിട്ടല്ലേ ഉള്ളൂ. അത് സിലി മാം എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെടാറന്നല്ല, ടീച്ചർ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്റെ പിള്ളേര് ഇതിന് കേപ്പബിൾ ആണ്. അതെ, അതിൽ ഇങ്ങോട്ട് അത്രയും ക്ലാസ്സിന് മുന്നിൽ വെച്ചിട്ട് ഞങ്ങളെ രണ്ടാൾ ഇങ്ങനെയൊക്കെ നിർത്തിച്ച് ഞാൻ ഇനി ഒരിക്കലും ജീവിതത്തിൽ തല്ലുകൂടൂല എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം പിന്നെ ഞാൻ തല്ലുകൂടിയിട്ടില്ല. പക്ഷെ അന്ന് ടീച്ചർ എന്നോട് ഞാൻ ഇനി ഒരിക്കലും ലൈഫിൽ തെറി പറയില്ല എന്നും കൂടി സത്യം ചെയ്തിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോ തെറി പറയില്ലായിരുന്നു. അന്ന് അത് ചെയ്തിപ്പിച്ചില്ല. അങ്ങനെയാണ് ഈ നസീഫിന്റെ ഒരു പെർസോണ. എന്നിട്ട് ഇയേഴ്സ് ലേറ്റർ 12th ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അതെ പറയൂ എന്തോ ഇതിങ്ങനെ ഈ ടോപ്പിക് നസീഫ് നേടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഞാൻ സെമീറിനോട് പറഞ്ഞേ നസീഫ് ഇപ്പൊ ഒരു മല്ലു റാപ്പർ ആണെന്നാണ്. സെമീറൻ പോടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ യൂട്യൂബ് എടുത്ത് നേരെ നസീഫിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇവ പറഞ്ഞപ്പോഴും ഞാൻ സോറി ടു നസീഫ്, പക്ഷെ ഇവ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ എന്തെങ്കിലും ഒരു സാധാരണ ബിൽറ്റ് സാധനം ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്ട് ഇവ എനിക്ക് യൂട്യൂബിലാണ് കാണിച്ചു തന്നു. യൂട്യൂബിലാണ് കാണിച്ചപ്പോ ഒന്ന് വീഡിയോ പ്രൊഡക്ഷനും വീഡിയോ ക്വാളിറ്റി ഒക്കെ സെറ്റ്, ആ ഒരു പാട്ടിന്റെ വീഡിയോ, പിന്നെ അവന്റെ പാട്ടാണെങ്കിലും സെറ്റ്, ലിറിക്സ് ആണെങ്കിലും സെറ്റ്, ജ്യൂസ് വേൾഡ് അങ്ങനത്തെ ഇവരുടെ ഒക്കെ ഒരു മ്യൂസിക്കിന്റെ ചുവയുള്ള മ്യൂസിക് ഞാനങ്ങ് അത്ഭുതപ്പെട്ടു. എന്റെ മനസ്സിലേക്ക് വന്നെന്താ വെച്ചാ സ്കൂളോട്ട് കഴിഞ്ഞു പോയപ്പോ ഇവൻ കോളേജിലോട്ട് എത്തിയിട്ട് പഴയ ഞാനല്ലേ ഇനി ഞാൻ അതൊക്കെ തീരുമാനിച്ച പോലെ സംഭവം എന്താ വെച്ചാൽ ഇത് കേൾക്കുന്ന കുറെ ആൾക്കാർ സ്കൂളിലായിരിക്കും. സ്കൂൾ കഴിഞ്ഞാല് നമ്മൾ വേറെ കോളേജിൽ പോകുമ്പോൾ നമുക്ക് നമ്മളെ റീഇൻവെന്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം സ്കൂളിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു 8th ക്ലാസ് മുതൽ നിങ്ങളൊരു ഒരു 7th 8th മുതൽ നിങ്ങളൊരു ലെയിം കിഡാണ്. അത് മാറ്റിയെടുക്കാനും വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് മാറ്റിയെടുത്ത വളരെ ചുരുക്കം ആളുകളൊക്കെ ഉള്ളൂ, ലൈക്ക് സമീർ റോഷൻ ഇപ്പൊ കൂളാണ്. അപ്പൊ അതെ വളരെ ഡിഫിക്കൽട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ബുള്ളീസ് ആവട്ടെ നമ്മൾ റിമൈൻഡ് ചെയ്യും നീ ഒരു ലൂസറാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ആ ഒരു പെനട്രേറ്റ് ചെയ്ത് പോവാൻ. അപ്പം പക്ഷെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ നമുക്ക് നമ്മൾ ആരാവണം, നമ്മൾ ആസ്പയർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ എന്താ വെച്ചാൽ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കൂളിൽ അധികം ആൾക്കാർ പോവാത്തൊരു കോളേജിൽ പോവാം. മറ്റേ സ്കൂളിലുള്ളവർക്ക് നിങ്ങളൊരു ഇത് ഓൾറെഡി അറിയും. അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾ വേറെ രീതിയിലാവുമ്പോഴും ആ ഇത് വീണ്ടും ഇമ്പാക്ട് ചെയ്യും. നമ്മള് ഇപ്പൊ ഈ നസീഫ് അവന് സ്കൂളിലാകുമ്പോ ഒരു നേടി കിഡൊക്കെ ആയിരുന്നു. അപ്പൊ ഇവൻ പെട്ടെന്ന് എന്താ ഇവിടെ പോകുമ്പോ കോളേജിൽ പോകുമ്പോ ഇവൻ മല്ലു റാപ്പ് എന്നൊക്കെ പറയുമ്പോ സ്കൂളിലെ കുറെ പയ്യന്മാർ അവന്റെ കോളേജിലുണ്ടെങ്കിൽ അവര് ഒന്ന് പോടാ ബെഞ്ചില് പാന്റ് അങ്ങനെ കുറെ കളിയാക്കും. അപ്പൊ അവനെ നിരുത്സാഹപ്പെടുത്തും. പക്ഷെ ഇവനെ റീഇൻവെന്റ് ചെയ്തു, ഇവന്റെ പാട്ടൊക്കെ അടിപൊളിയായി. അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒരു അൺറേറ്റഡ് റാപ്പ് സോങ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇതേപോലെ തന്നെ എനിക്കൊരു സിമിലർ സ്റ്റോറി ഉണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞങ്ങളിങ്ങനെ ക്ലാസ്സിലിരിക്കാം, മാത്സ് പീരീഡ് ആണ്. നസീഫ് അല്ല, എന്റെ സ്റ്റോറിയാണ്. ഞങ്ങള് പറയുമ്പോ ഞാൻ നസീഫ് ഞങ്ങളല്ലേ. ഞാൻ വിചാരിച്ച ഞാൻ എന്റെ ബോയ്സും ഞങ്ങള് ക്ലാസ്സിലിരിക്കാം, മാത്സ് പീരീഡ് ആണ്. മാത്സ് പീരീഡിന് ലേറ്റ് ആയിട്ട് ടീച്ചർ എത്തിയിട്ടില്ല. ടീച്ചർ ലേറ്റ് ആയി. റെജീന മാം, ഞാൻ മറക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് റെജീന മാം വരാൻ ലേറ്റ് ആയി പോയി. എന്നിട്ട് ഞാനൊക്കെ അങ്ങനെ ക്ലാസ്സിലിരിക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് നമ്മള് ഷാർപ്നർ പെൻസിലിന്റെ പൊടിയില്ലേ, പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ഫൈറ്റിലായി. എങ്ങനെ ആരംഭിച്ച എങ്ങനെ അതിലേക്ക് എത്തിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, ഓർമ്മയില്ല. പക്ഷെ ഞങ്ങള് ഷാർപ്പ് ചെയ്യുന്നു, എറിയുന്നു, ഫണ്ണേന്ന് അങ്ങനെ ആർഭാദിക്കുന്നു, എൻജോയ് ചെയ്യായിരുന്നു. എറിഞ്ഞുകൊണ്ട് നിൽക്കുക കുറെ. പിന്നെ എനിക്ക് തോന്നുന്ന ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാർ എനിക്ക് വേണ്ടി ഷാർപ്പ് ചെയ്തു വെക്കാം പൊടി. ഞാൻ എറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഹാറോൺ, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഹാറോൺ, മുഷാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു ചെക്കനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ എറിഞ്ഞുകൊണ്ട് നിന്നപ്പം അങ്ങനെ എറിഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ള് ചിരിയും കളി. പെട്ടെന്ന് ക്ലാസ് അങ്ങ് സൈലന്റ് ആയി. ടീച്ചർ പിൻ ഡ്രോപ്പ് സൈലന്റ്.
ഞാന് ആ സൈലന്റ് ആയിട്ട് ഒരു 5 സെക്കൻഡ് പിന്നെയും ചിരിച്ചു പോകുന്നു. നമ്മളെന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോ കൈയൊക്കെ ഇങ്ങനെ തിരിഞ്ഞപ്പോ ഡോറില് റെജീന മാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു പെർസോണ റെജീന മാം സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റും നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോ റെജീന മാം അപ്പൊ കയ്യിലെ ഷാർപ്നർ പൊടിയൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണു. എന്നിട്ട് റെജീന മാം പറഞ്ഞേ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞു എന്നോട്. ഞാനങ്ങ് തരിച്ചു പോയി. ഞാനെന്ന് പറഞ്ഞാൽ നല്ല പഠിക്കണ കുട്ടിയാണ്, എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുക്കുന്ന കുട്ടിയാണ്. ആ ടൈമിൽ എല്ലാ സ്പോർട്സിലുണ്ട്. എന്നോട് പറഞ്ഞ ക്ലാസ്സിന്ന് പുറത്തു പോവാന്. എന്നെ മാത്രല്ല ഹാറൂണിനെയും മുഷാഹിദിനെയും പുറത്താക്കി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആ വാക്കുകൾ എന്റെ ചെവിയിൽ രജിസ്റ്റർ ആവുന്നില്ല. ടീച്ചർ എന്നോട് ക്ലാസ്സിന് പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ക്ലാസ്സിന് എന്നെ പുറത്താക്കി. ആദ്യമായിട്ടോ? അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് 3ാം ക്ലാസ്സിൽ എന്നെ ക്ലാസ്സിന് പുറത്താക്കി. ഞാനും മുഷാഹിദും ഹാറൂണും ബാക്ക് ക്ലാസ്സിന് പുറത്ത് പോയി. ടീച്ചർ എന്നിട്ട് ഡോർ അടിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ കോറി തെരിച്ച് നിൽക്കുക. എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഞാൻ ലെഫ്റ്റ് നോക്കുമ്പോണ്ട് ഹാറൂണും മുഷാഹിദും ചിരിയോടി രണ്ടാൾക്കാര് ചിരിയോട് ചിരി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവരെ നോക്കാം, ഇവർക്കിത് നീ പറഞ്ഞ പോലെ തഴമ്പിച്ച ആൾക്കാര് അന്ന് ഇന്നൊക്കെ അതേപോലെ. എന്നിട്ട് ഇതേപോലെ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ക്ലാസ്സിന്റെ ഉള്ളിൽ കയറ്റി ഞാൻ വൻതായി പതറിപ്പോയി. എന്നിട്ട് പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഗോയിങ് ടൈമായി. സ്കൂള് കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിലേക്ക് പോയപ്പോ ഞാനും എന്റെ അമ്മ സ്കൂളിലെ ടീച്ചറാണല്ലോ. ബസ്സിൽ പോയപ്പോ ബസ് കയറിയപ്പോ ടീച്ചറിന് ഇരിക്കാൻ ഡോറിന്റെ തൊട്ടടുത്തുള്ള സീറ്റ് റിസർവ്ഡാ. ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കേറി ലെഫ്റ്റേക്ക് ഇങ്ങനെ നോക്കിയപ്പോ എന്റെ ഉമ്മന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. റെജീന മാം പോയി പറഞ്ഞു. അതും ഞാനന്ന് പഠിക്കുന്നത് 3 to 5 ബ്ലോക്കില് 3 to 5 ബ്ലോക്ക്. എന്റെ ഉമ്മ 9th to 12th ബ്ലോക്കിലെ ടീച്ചറാണ്. അന്ന് 9th 10th ആണ്. അപ്പൊ നേരെ 9th 10th കയറിയതാ. അപ്പൊ ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു ലേ ഔട്ട് അനുസരിച്ച് 3 to 5 ബ്ലോക്ക് സ്കൂളിന്റെ ഈ അറ്റത്തും 9th 10th ബ്ലോക്ക് രണ്ടും ഫാർദസ്റ്റ് പോയിന്റ്സ് ആണ്. 9th 10th ബ്ലോക്ക് സ്കൂളിന്റെ ആ അറ്റത്തുമാണ്. എന്നിട്ട് റെജീന മാം സമയം കണ്ടെത്തി എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് റെജീന മാം ലേറ്റ് ആവുന്ന ക്ലാസ്സിലേക്ക്. റെജീന മാം പോയി എന്റെ ഉമ്മനോട് ഈ സംഭവം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ ലെഫ്റ്റൊക്കെ നോക്കിയപ്പോ ഉമ്മന്റെ മോക്ക് ദാ ഈ കനം. ഞാനെന്നിട്ട് ബസ്സിലിരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ടുള്ളതൊക്കെ ആലോചിച്ച് ഫുള്ള് ടെൻഷനായി. ഞാൻ എന്നിട്ട് ബസ്സിന്ന് ഇറങ്ങി വീട്ടിലെത്തി ബസ്സിന്ന് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങിയടാ. ഉമ്മ എന്നിട്ട് കുറെ ചീത്തൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു കരച്ചില്ലെങ്കിലൊന്ന് ഒഴിവാകുന്നു. എവിടെ ഉമ്മ കുറെ ചീത്ത പറഞ്ഞത് അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉമ്മന്റെ ഡിഗ്നിറ്റി ഒന്നും ഇതായി. ഞങ്ങളുടെ ഫുള്ള് ഇതൊക്കെ ആയിരുന്നു. അതാണ് എന്റെ 3ാം ക്ലാസ്സിലെ സ്റ്റോറി. എനിക്കുണ്ടായിരുന്നു ഒരു സ്റ്റോറി. അതായത് 6th to 8th5th ക്ലാസ്സിലായപ്പോഴാണോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ടീച്ചർ. പുറത്താക്കി ഞാൻ ഇങ്ങനെ എന്തിനാ പുറത്താക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം അത്ര പ്രാവശ്യം പുറത്താക്കിയോണ്ടേ. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തുനിൽക്കുമ്പോ സംഭവം നമ്മള് ഫ്രീ ആണല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് സ്കൂളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ക്യാൻറ്റീന് പോയിട്ട് എന്റെ അടുത്ത് ഓർഡർ ചെയ്യാനെന്തോണ്ട്. അപ്പൊ ക്യാൻറ്റീന് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരാന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടുന്ന് പോയി. അങ്ങനെ പോക്കില് അവിടെ ഗ്രൗണ്ടില് ഫുട്ബോള് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതായി. അപ്പൊ സംഭവം എന്താ വെച്ചാല് എന്നെ പുറത്താക്കി കുറച്ച് കഴിഞ്ഞിട്ട് ടീച്ചർ പുറത്തു വന്ന് എന്നെ ഉള്ളിൽ വന്നിടുന്നാ തോന്നുന്നേ. പക്ഷെ എന്നെ കാണാതായപ്പോ പ്രശ്നം വളരെ രൂക്ഷമായി.
ഇങ്ങോട്ട് പിന്നെ മറ്റേ ഞാനിങ്ങോട്ട് ഇങ്ങനെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ ക്ലാസ്സിന്റെ ഒന്നും അറിയാത്ത വിയർക്കണൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും അറിയാത്ത വീണ്ടും ക്ലാസ്സിന്റെ പുറത്തെത്തിട്ടോ. അപ്പൊ ക്ലാസ് പീരീഡ് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പീരീഡ് കഴിയാൻ കണക്കാക്കിയൊക്കെയാണ് പോയത്. പീരീഡ് കഴിഞ്ഞ മാമോട് പുറത്തു വന്നാണ്ട് ഈ എവിടെയായിരുന്നു ഒക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഏതാ ടീച്ചറും എനിക്ക് ഓർമ്മയില്ല, ഷൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ മെഡിക്കൽ നമുക്ക് പിന്നെ ആകെ വരുന്ന എക്സ്ക്യൂസ് അതാണല്ലോ മെഡിക്കൽ. അപ്പൊ മാം ഇങ്ങനെ പറയും ഇതന്നെയാണ് ഇതാവത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. മാം ഇങ്ങനെ ചൂടായതുകൊണ്ട് പോയി. എനിക്ക് ഇതാണ് പെട്ടെന്ന് ഓർമ്മയായത് ഞാനങ്ങനെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞപ്പോ. അതെ, ടു ഡിഫറെന്റ് അപ്രോച്ച്. അതെ, എന്ത് ഡ്രസ്സാണല്ലോ സ്കൂൾ ലൈഫ്. ഫുൾ എക്സ്പീരിയൻസസ് ചെയ്യണം എന്തൊക്കെയോ ഇല്ല. അതായത് ഒരു ക്യാമ്പസ് ലൈഫ് പോലത്തെ ഒരു സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് പോലത്തെ ഒരു സ്കൂൾ ലൈഫ് പറയുമ്പോൾ അല്പം വിശ്വസിക്കൂല ആൾക്കാർ. സംഭവം അടിപൊളിയായിരുന്നു. വലിയ ക്യാമ്പസും ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സ്കൂളിന്റെ ഒരു ഗ്രൗണ്ടില് അറ്റ് ദ സെയിം ടൈം 2-3 ഫുട്ബോൾ മാച്ചും ഒരു ബാസ്കറ്റ് മാച്ചും ക്രിക്കറ്റും പിള്ളേർ അതിന്റെ ഇടയിലൂടെ ട്രാക്കിലൂടെ ഓടും ചെയ്യും. അപ്പൊ അതിനൊരു വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഏതല്ലേ ഞാൻ കുറച്ച് ക്വാളിറ്റി ഫീഡ്ബാക്ക് വായിക്കാം നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന്. ഞങ്ങൾക്ക് വന്നൊരു മെസ്സേജാണ്. ഹേ ഗായ്സ്, ഐ റീസെന്റ് സ്റ്റാർട്ടഡ് ലിസണിംഗ് ടു യുവർ പോഡ്കാസ്റ്റ് ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. Keep growing. I work in the UK and my workplace is packed with Europeans. You guys are like my friends at work now. താങ്ക്സ് ഫോർ ഓൾ ദ ഫൺ എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇതിന് റെസ്പോൺസ് കൊടുത്തു. വാവ്, നമ്മളിപ്പോ ഫ്രണ്ട്സ് ഫ്രം വർക്ക് ഒക്കെ ആയ സ്ഥിതിക്ക് എവിടെയാണ് മാം വർക്ക് ചെയ്യുന്നത് എന്നുള്ള പോലെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ റോൾസ് റോയ്സിൽ പ്രൊഡക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. റോൾസ് റോയ്സിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മള് പോഡ്കാസ്റ്റ് കേൾക്കുന്നത്. അതൊരു മലയാളി റോൾസ് റോയ്സിൽ വർക്ക് ചെയ്യുന്ന പറയുന്നതിന് ഒരു അഭിമാനം. അതെ, ഇവരെ എംപ്ലോയി മറ്റേതൊക്കെ എങ്ങനെയായിരിക്കും? ഡിസ്കൗണ്ട് കിട്ടുന്നതാണോ റോൾസ് റോയ്സ്? അല്ല, മറ്റേ ഇതിൽ BMW ഒക്കെ ഉണ്ട്. മറ്റേ 20% എന്തോ ഡിസ്കൗണ്ടും പിന്നെ ലോണും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ചിട്ടാണ്. നോക്കിയൊക്കെ ചോദിച്ചോ, കേൾക്കുന്നുണ്ടാകും. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എംപ്ലോയി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ? ഈ എപ്പിസോഡ് കാണാൻ ഒന്ന് കമന്റ് ചെയ്യേണ്ടി. ഇനി സ്പോട്ടിഫൈയിലാണെങ്കിൽ ഞങ്ങൾക്കൊരു DM ചെയ്യേണ്ടി. ഓക്കെ, താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. കൊള്ളാം. റോൾസ് റോയ്സ് അല്ലേ ആടോ, നമ്മളെ ഓഡിയൻസിന്റെ ഒക്കെ റേഞ്ച് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ പറഞ്ഞ വേറെ നമുക്ക് ആപ്പിൾ പോഡ്കാസ്റ്റിൽ 5 സ്റ്റാർ റിവ്യൂ തന്നിട്ട് ഇട്ട റിവ്യൂ ആണിത്. അതുപോലെ തന്നെ നിങ്ങൾ ആപ്പിൾ പോഡ്കാസ്റ്റിലൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് 5 സ്റ്റാർ റിവ്യൂ ഒക്കെ തരാം. പണ്ട് നമ്മൾ അത് ചെയ്യാനൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അതെ, ഇതിന്റെ റിവ്യൂവിന്റെ ടൈറ്റിൽ ഗുഡ് ലിസൺ. Keep doing what you do, guys. Although I am not the same age as you, a lot of the things that you guys talk about is very relatable and gives a nostalgic feeling while listening. നമ്മളിപ്പോ ഈ പറഞ്ഞ സ്കൂളിന്റെ സ്റ്റോറി ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ പറഞ്ഞ സ്റ്റോറികളും കാര്യങ്ങളും ഇതൊക്കെ ചിലപ്പം നമ്മളുടെ ഏജിലുള്ള ആൾക്കാരല്ല, വലിയ ആൾക്കാരൊക്കെ കേൾക്കണം. പക്ഷെ അവർക്ക് അവരുടേതായ സ്കൂൾ സ്റ്റോറീസ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ ആ ഒരു നൊസ്റ്റാൾജി അങ്ങ് ഹിറ്റ് ആകും. സോ thanks so much for listening. We appreciate you. So this has been your favorite host Zayan Zakir and Samir Roshan. Peace out. Professionals are set.